ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കെമിസ്ട്രിയിലെ വാതകങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്തിലെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, ക്ലോറിൻ ഈ 4 വാതകങ്ങളാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. വീഡിയോ മൊത്തത്തിൽ കാണുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ വാതകം ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ 8 ആണ് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഓക്സിജൻ ആണ്. കത്താൻ സഹായിക്കുന്ന വാതകവും ഏതാണ്? ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എലമെൻ്റ് ആണ് ഓക്സിജൻ. ഫ്ലൂറിൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തി കൂടിയ ഓക്സികാരി കൂടിയാണ് ഓക്സിജൻ. നിറം, മണം, രുചി എന്നിവ ഇല്ലാത്ത വാതകമാണ് ഓക്സിജൻ. ഇനി ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. ജോസഫ് പ്രീസ്റ്റ്ലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഓക്സിജൻ്റെ ഐസോട്ടോപ്പുകളാണ് O16, O17, O18. ആദ്യത്തെ കൃത്രിമ ഐസോട്ടോപ്പാണ് ഓക്സിജൻ 17. ആദ്യത്തെ കൃത്രിമ ഐസോട്ടോപ്പ് ഓക്സിജൻ്റെയാണ്. ഏതാണ്? ഓക്സിജൻ 17. ഓക്സിജൻ്റെ രൂപാന്തരമാണ് ഓസോൺ, അതായത് O3. ഓസോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഓക്സിജൻ്റെ രൂപാന്തരമായ ഓസോൺ കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഷോൺ ബീനാണ്. ക്രിസ്ത്യൻ ഷോൺ ബീനാണ് ഓസോൺ കണ്ടുപിടിച്ചത്. ഓസോൺ പാളി കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? ചാൾസ് ഫാബ്രി, ഹെൻറി ബൂയിസൺ എന്നിങ്ങനെ 2 പേരാണ് ഓസോൺ പാളി കണ്ടുപിടിച്ചത്. ഓസോൺ കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഷോൺ ബീൻ, ഓസോൺ പാളി കണ്ടുപിടിച്ചത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയിസണും കൂടിയാണ്. ഓസോണിൻ്റെ നിറം എന്താണ്? ഇളം നീല നിറമാണ് ഓസോണിൻ്റെ നിറം. ഓക്കെ, അടുത്തതായിട്ട് ഓസോൺ എന്ന പേര് നിർദ്ദേശിച്ചത് ലാവോസിയയാണ്. ഓസോൺ എന്ന പേര് നിർദ്ദേശിച്ചത് ലാവോസിയയാണ്. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസമാണ് എന്ത്? ജ്വലനം. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസമാണ് ജ്വലനം. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ മണക്കുന്നു എന്നാണ്. ഓസോൺ എന്ന ഗ്രീക്ക് പദം, ഓസോൺ ഒരു ഗ്രീക്ക് വേർഡാണ്, അതിൻ്റെ അർത്ഥം ഞാൻ മണക്കുന്നു എന്നാണ്. ഓക്സിജൻ വാതകത്തിന് നിറമില്ലെങ്കിലും ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. ഓക്സിജൻ വാതകത്തിന് എന്തില്ല? നിറമില്ല അല്ലേ? അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ കൂടി അതിനെ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, CO2. കാർബൺ ഡൈ ഓക്സൈഡ് തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകവും ഏത് തന്നെയാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. തീ അണക്കാൻ ഉപയോഗിക്കുന്ന വാതകം, അതുപോലെ തന്നെ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകവും ഏത് തന്നെയാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് സോഡ ജലത്തിൽ ലയിച്ചു ചേരുന്ന വാതകവും കാർബൺ ഡൈ ഓക്സൈഡാണ്. ഹരിത ഗൃഹ പ്രഭാവത്തിന് പ്രധാന കാരണം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിത ഗൃഹ പ്രഭാവത്തിന് പ്രധാന കാരണം ആയ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ചുണ്ണാമ്പ് കല്ല് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകവും ഏത് തന്നെയാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം, അതുപോലെ തന്നെ ചുണ്ണാമ്പ് കല്ല് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകവും കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ്. ജോസഫ് ബ്ലാക്ക്. കാർബൺ ഡൈ ഓക്സൈഡ് ജോസഫ് ബ്ലാക്ക്. ഓക്കെ, മനുഷ്യൻ്റെ നിശ്വാസവായുവിൽ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്ന വാതകവും ഏത് തന്നെയാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. മനുഷ്യൻ്റെ നിശ്വാസവായുവിൽ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകവും ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. അതുപോലെ ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡാണ് ഡ്രൈ ഐസ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് നമ്മൾ എന്താ പറയുക? ഡ്രൈ ഐസ് എന്നാണ് പറയുന്നത്. കാർഡ് ഐസ് എന്നറിയപ്പെടുന്നതും ഡ്രൈ ഐസ് തന്നെയാണ്. കൂളിംഗ് ഏജൻറ്റായി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഡ്രൈ ഐസ്. അതായത് ഖരാവസ്ഥയിലുള്ള കാർബൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൂളിംഗ് ഏജൻറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന വാതകമാണ് അമോണിയ. ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകമാണ് അമോണിയ.
ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകമാണ് ഏത്? അമോണിയ. ഐസ് പ്ലാന്റിൽ കൂളിംഗ് ഏജൻറ്റായി ഉപയോഗിക്കുന്ന വാതകവും അമോണിയ തന്നെയാണ്. ക്ഷാരഗുണമുള്ള ഏക വാതകമാണ് അമോണിയ. എന്തൊക്കെയായിരുന്നു? ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകം, ഐസ് പ്ലാന്റിൽ കൂളിംഗ് ഏജൻറ്റായി ഉപയോഗിക്കുന്ന വാതകം, ക്ഷാരഗുണമുള്ള ഏക വാതകം, അതുപോലെ അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ വാതകം കൂടിയാണ് അമോണിയ. അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ വാതകമാണ് അമോണിയ. അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജനും ഹൈഡ്രജനുമാണ് അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ. NH3 അല്ലേ? അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജനും ഹൈഡ്രജനും. അമോണിയ വാതകം കണ്ടുപിടിച്ചത് ഫ്രിറ്റ്സ് ഹേബർ ആണ്. അമോണിയ വാതകം കണ്ടെത്തിയത് ആരാണ്? ഫ്രിറ്റ്സ് ഹേബർ. അങ്ങനെയാണെങ്കിൽ അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേര് ഹേബർ പ്രക്രിയ എന്നാണ്. ആ പേരിൽ നിന്ന് തന്നെയാണ് അല്ലേ? അമോണിയ വാതകം കണ്ടെത്തിയത് ഫ്രിറ്റ്സ് ഹേബർ ആണ്. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ പറയുന്ന പേര് ഹേബർ പ്രക്രിയ എന്നാണ്. അമോണിയ വാതകത്തിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് നെസ്ലേഴ്സ് റിയേജൻറ്റ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അമോണിയ വാതകത്തിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഒരു രാസപദാർത്ഥമാണ് നെസ്ലേഴ്സ് റിയേജൻറ്റ്. സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നതും അമോണിയം കാർബണേറ്റ് ആണ്. സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? അമോണിയം കാർബണേറ്റ് ആണ്. ഇനി അമോണിയ വാതകത്തെ നിർജ്ജലീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽഷ്യം ഓക്സൈഡ്, CaO. അമോണിയ വാതകത്തെ നിർജ്ജലീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവിൻ്റെ പേരാണ് കാൽഷ്യം ഓക്സൈഡ്. അപ്പോൾ ഇത്രയാണ് അമോണിയനെ കുറിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ക്ലോറിനാണ്. ക്ലോറിൻ പ്രധാനമായിട്ട് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബ്ലീച്ചിങ് പൗഡറിന് അല്ലേ? ബ്ലീച്ചിങ് പൗഡറിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് ക്ലോറിൻ. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വാതകം കൂടിയാണ് ക്ലോറിൻ. ബ്ലീച്ചിങ് പൗഡർ നമ്മൾ എന്തിനാണ് നോർമലായിട്ട് ജലശുദ്ധീകരണത്തിനാണ് ഉപയോഗിക്കുക അല്ലേ? അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം, അതുപോലെ തന്നെ ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വാതകം, ഇതൊക്കെ എന്താണ്? ക്ലോറിനാണ്. ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള രണ്ടാമത്തെ വാതകമാണ് ക്ലോറിൻ. ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള രണ്ടാമത്തെ വാതകം ക്ലോറിനാണ്. ഇനി ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചത് ആരാണ്? കാൾ ഷീലെയാണ് ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചത്. ക്ലോറിൻ വാതകത്തിൻ്റെ നിറം പച്ച കലർന്ന മഞ്ഞ നിറമാണ്. പച്ച കലർന്ന മഞ്ഞ നിറമാണ് ക്ലോറിൻ വാതകത്തിനുള്ളത്. എന്തൊക്കെയാണ്? ബ്ലീച്ചിങ് പൗഡറിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം, ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വാതകം, അതുപോലെ ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള രണ്ടാമത്തെ വാതകം, ഇതൊക്കെ എന്താണ്? ക്ലോറിനാണ്. ഇനി ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചത് കാൾ ഷീലെയാണ്. ക്ലോറിൻ വാതകത്തിൻ്റെ നിറം എന്താണ്? പച്ച കലർന്ന മഞ്ഞ നിറം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 5ഓളം വാതകങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അധികവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. HSA, LPUP, അതുപോലെ PSC, നമ്മുടെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള PSCകളിലൊക്കെ ചോദിക്കാറുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ HSAക്കും LPUPക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.